ആത്മാവിൽ ദിനംതോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. മായാമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. മായാമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ. ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. കലിയുഗത്തിലുദയമായ ഖഡ്ഗിയെ നാം കാണുക. കലിയുഗത്തിലുദയമായ ഖഡ്ഗിയെ നാം കാണുക. നാമസങ്കീർത്തനം പാടി ആനന്ദമായി വാഴുക. നാമസങ്കീർത്തനം പാടി ആനന്ദമായി വാഴുക. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ഭക്തരായി തീരുക നാം സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഭക്തരായി തീരുക സൽക്കർമ്മങ്ങൾ ചെയ്യുക. സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. ശുഭാനന്ദമാത്മാവിൽ ദിനംതോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സർവദോഷശാന്തിക്കായി സർവശക്തി വാസാക്കിയ
സർവശക്തമാം നിയമ താരാസ്തുതി. സർവദോഷ ശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ദേവന്മാരും ദേവിമാരും ദൂതപരമ്പരയും ഒത്തുചേർന്നു നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു മുഖമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി. ഖഡ്ഗിയായി അവതരിച്ചു ഉൾക്കമ്പായി നിന്നുകൊണ്ട് ഇത്തരയിൽ നടത്തുന്ന താരാസ്തുതി. ജന്മമെടുത്തിത്തരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. ജന്മമെടുത്തിത്തരയിൽ ജീവിക്കുന്ന മർത്യരുടെ സർവദോഷം തീർത്തിടുവാൻ നടത്തിടുന്നു. സർവദാറികൾ കൂടി ജീവിക്കുന്ന മർത്യർക്കെല്ലാം സർവദായി യജ്ഞത്താലങ്കാനന്ദിച്ചിടാം. സർവദാറിവിൽ കൂടി ജീവിക്കുന്ന മർത്യർക്കെല്ലാം സർവദായി യജ്ഞത്താലങ്ങാനന്ദിച്ചിടാം. ആനന്ദിക്കുക ആത്മാക്കളെ, ആനന്ദിക്കുക ആത്മാക്കളെ, അറിവിനാൽ ഒത്തുചേർന്നു ആനന്ദിക്കുക. ആനന്ദിക്ക ആത്മാക്കളെ, ആനന്ദിക്ക ആത്മാക്കളെ, താരാസ്തുതിയിൽ ചേർന്നങ്ങാനന്ദിക്കുക. താരാസ്തുതിയിൽ ചേർന്നങ്ങാനന്ദിക്കുക. സർവദോഷ ശാന്തിക്കായി സർവശക്തി പാസാക്കിയ സർവശക്തമാം നിയമം താരാസ്തുതി. സർവശക്തമാം നിയമം താരാസ്തുതി. നിന്നുടെ മഹിമ വർണ്ണിച്ചിടാൻ കഴിവില്ലല്ലോ. അത്ഭുത പുരുഷ 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 നിന്നുടെ മഹിമ
കാണുന്ന പ്രപഞ്ചമിതാകെ ഉദ്ഭവമാക്കിയ പുണ്യപുരുഷായി കാണുന്ന പ്രപഞ്ചമിതാകെ ഉദ്ഭവമാക്കിയ പുണ്യപുരുഷ ഉദ്ഭവ പുരുഷൻ ആത്മാവായി ഈ പ്രപഞ്ചമിതു ശരീരമായി ഉദ്ഭവ പുരുഷൻ ആത്മാവായി ഈ ലോകമിതു ശരീരമായി ഉദ്ഭവ പുരുഷൻ ആത്മാവായി ഈ ലോകം ഇതു ശരീരമായി ഒന്നായി നിന്നിട്ടൊന്നിച്ചാടും അവതാരം ഇതു കണ്ടറിയുന്നു ഒന്നായി നിന്നിട്ടൊന്നിച്ചാടും ഒന്നായി നിന്നിട്ടൊന്നിച്ചാടും അവതാരം ഇതു കണ്ടറിയുന്നു ഒന്നായി ഒന്നായി നിന്നിട്ടൊന്നിച്ചാടും അവതാരം ഇതു കണ്ടറിയുന്നു ഒന്നായി ഉത്ഭവകർമ്മം അത്ഭുത കർമ്മം ഈ ലോകത്തിൽ തെളിയിക്കുന്നു ഉത്ഭവകർമ്മം അത്ഭുത കർമ്മം ഉത്ഭവകർമ്മം അത്ഭുത കർമ്മം ഈ ലോകത്തിൽ തെളിയിക്കുന്നു ഉദ്ഭവകർമ്മം അത്ഭുത കർമ്മം ഈ ലോകത്തിൽ തെളിയിക്കുന്നു ആത്മാക്കൾക്കു ആനന്ദമേകാൻ അത്ഭുത കർമ്മം ചെയ്യിക്കുന്നു ആത്മാക്കൾക്കു
ആനന്ദമേ പരമാനന്ദമേ ആത്മാക്കൾക്കാകെയും ആനന്ദമേ ആനന്ദമേ ഇത് ഇപ്രാവശ്യത്തെ താരാസ്തുതിയുടെ ഒരു ചെറിയ വിശേഷമാണ് ഈ കീർത്തനം. ഇതുപോലെ അനേകം കീർത്തനങ്ങൾ ഇപ്രാവശ്യത്തെ താരാസ്തുതിയിലും ഉദയമായിട്ടുണ്ട്. അതുപോലെ ഉന്നതമായ പല കർമ്മങ്ങളും നടന്നു. ആത്മാക്കൾ ഈ താരാസ്തുതിയിൽ ബന്ധിച്ചിരുന്നവരെല്ലാം ദേഹവും ലോകവും മറന്ന് ആനന്ദിക്കുവാൻ തക്ക വിധത്തിലെല്ലാം ദൈവം നടത്തിയെന്ന് പൂർണ്ണമായ അനുഭവമുള്ളവരെന്ന് കൈയുയർത്തിക്കട്ടെ. ആനന്ദമേ പരമാനന്ദമേ ആത്മാക്കൾക്കാകെയും ആനന്ദമേ ആനന്ദമേ നാമസങ്കീർത്തനം പാടി സ്തുതിക്കുമ്പോൾ ആത്മാക്കൾക്കാകെയും ആനന്ദമേ ദേഹം മറന്നുപോയി, ലോകം മറന്നുപോയി, ക്ഷീണം മറന്നുപോയി, പലവിധ രോഗങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മറന്നുപോയി. ആ വിധത്തിലാണ് താരാസ്തുതി നടത്തപ്പെട്ടത്. അത് ഈശ്വരൻ പ്രത്യക്ഷമായി നടത്തുന്നത് കൊണ്ടാണ് ഇതെല്ലാം അനുഭവമാകുന്നത്. ആ ഈശ്വരൻ പ്രത്യക്ഷമായി വന്നാണ് ഈ മഹായജ്ഞം ലോകത്തിൽ സ്ഥാപിച്ചത്. ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്ത ശുഭാനന്ദ മഹാശക്തി തിരിച്ചുദയമായി വന്ന ശുഭമുഹൂർത്തത്തിൽ ഉന്നതമായി സ്ഥാപിച്ച ഒരു മഹായജ്ഞമാണ് ഈ താരാസ്തുതി. ഇത് നടത്തുവാൻ ഭഗവാനാലല്ലാതെ വേറെ ആരാലും സാധ്യമല്ല. ആ ഭഗവാൻ തന്നെ മാറി മാറി ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് ഇന്നും നടത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ വിധം ആനന്ദമായി കർമ്മങ്ങളെല്ലാം നടത്തപ്പെട്ടത്. ഇന്നിപ്പോ ഈ സമാപനത്തിനായി അനേകങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം സ്തുതി സമാപനമാകുമ്പോൾ ഒരു പ്രത്യേക അവസ്ഥയാണ്. അതുകൊണ്ട് സ്തുതി സമാപനത്തിന് കൂടുതൽ ആളുകൾ എത്തിച്ചേരാറുണ്ട്. ഇന്നും അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. വന്നു ചേർന്നിരിക്കുന്നവർക്കും സ്തുതിയിൽ ഇടപെട്ടവർക്കും ഒന്നുപോലെ ആനന്ദം ലഭിക്കുവാൻ തക്ക വിധത്തിൽ മഹാശക്തി പ്രത്യക്ഷമായി നിന്ന് ഇതിന്റെ സമാപനം നടത്തുമാറാകട്ടെ. ഇങ്ങനെ ആത്മലോകത്തിലേക്ക് ആനന്ദം ദാനം ചെയ്യുവാൻ വേണ്ടി മഹാശക്തി നിയമിച്ചിരിക്കുന്ന നിയമങ്ങളെ കുറിച്ചും അത് കൃത്യമായി പാലിക്കേണ്ടുന്നതിന്റെ ആവശ്യകതകളെ പറ്റിയും ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ താരാസ്തുതിയിലും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗ്യമായി വന്നത് 3 വിശേഷങ്ങൾ കൂടി ഈ താരാസ്തുതിയിൽ ബന്ധിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെയായിരുന്നു അത്? കാർത്തിക പക്കനാള്, 5-ാമത് വെള്ളിയാഴ്ച, മകയിരം പക്കനാൾ. ഇത് 3 കൂടി ചേർന്നപ്പോൾ താരാസ്തുതിയുടെ വൈഭവം അങ്ങനെ അങ്ങ് വർദ്ധിച്ചു. ഓ അത്ഭുത പുരുഷ, ഉത്ഭവ പുരുഷ, വർണ്ണിച്ചിടാൻ കഴിവില്ലല്ലോ. അത്ഭുത പുരുഷ, ഉദ്ഭവ പുരുഷ, വർണ്ണിച്ചിടാൻ കഴിവില്ലല്ലോ. അത്ഭുത പുരുഷ, ഉദ്ഭവ പുരുഷ, വർണ്ണിച്ചിടാൻ കഴിവില്ലല്ലോ.
കളങ്കമില്ലാത്ത ജീവിതം ചെയ്യുവാൻ ഉത്ബോധത്തെ തന്ന പുരുഷ. കളങ്കമില്ലാത്ത കളങ്കമില്ലാത്ത ജീവിതം ചെയ്യുവാൻ ഉത്ബോധത്തെ തന്ന പുരുഷ. കളങ്കമില്ലാത്ത കളങ്കമില്ലാത്ത ജ്ഞാനമെന്നുള്ളിൽ നിത്യം വസിപ്പാൻ കരുതി രക്ഷിക്കാം. കളങ്കമില്ലാത്ത ജ്ഞാനമെന്നുള്ളിൽ നിത്യം വസിപ്പാൻ കരുതി രക്ഷിക്കാം. കളങ്കമില്ലാത്ത ജ്ഞാനമെന്നുള്ളിൽ നിത്യം വസിപ്പാൻ കരുതി രക്ഷിക്കാം. കളങ്കമില്ലാത്ത സ്നേഹം പുലർത്താൻ ഉത്ബോധത്തെ നൽകണേ നാഥ. കളങ്കമില്ലാത്ത സ്നേഹം പുലർത്താൻ ഉത്ബോധത്തെ നൽകണേ നാഥ. കളങ്കമില്ലാത്ത സ്നേഹം പുലർത്താൻ ഉത്ബോധത്തെ നൽകണേ നാഥ. വ്യാജമില്ലാത്ത ജീവിതം ചെയ്യുവാൻ ഉത്ബോധത്തെ നൽകണേ നാഥ. വ്യാജമില്ലാത്ത ജീവിതം ചെയ്യുവാൻ ഉത്ബോധത്തെ നൽകണേ നാഥ. പാടണേ നാഥ, പാടണേ നാഥ, ആനന്ദമാടി സുഖിക്കണേ നാഥ. പാടണേ നാഥ, പാടണേ നാഥ, ആനന്ദമാടി സുഖിക്കണേ നാഥ. പാടണേ നാഥ, പാടണേ നാഥ, ആനന്ദമാടി സുഖിക്കണേ നാഥ. ആടണേ നാഥ, വാഴണേ നാഥ, നാമസങ്കീർത്തനമാകണേ നാഥ. ആഴണേ നാഥ, വാഴണേ നാഥ, നാമസങ്കീർത്തനമാകണേ നാഥ. ആഴണേ നാഥ, വാഴണേ നാഥ, നാമസങ്കീർത്തനമാകണേ നാഥ. പാടണേ നാഥ, പാടണേ നാഥ, ആനന്ദമാടി സുഖിക്കണേ നാഥ. പാടണേ നാഥ, പാടണേ നാഥ, ആനന്ദമാടി സുഖിക്കണേ നാഥ. ആഴണേ നാഥ, വാഴണേ നാഥ, നാമസങ്കീർത്തനമാകണേ നാഥ.
വാഴാനും വാഴാനും നാമസങ്കീർത്തനമാകാനുമാണ് അവതാരം. ആ അവതാരത്തോട് ഇതൊന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പരിശുദ്ധജ്ഞാനം ഗ്രഹിച്ച് പരിശുദ്ധമായി ജീവിച്ചാൽ മതി. ആ ആഴമറിയാത്തതും അവർണ്ണനീയമായതുമായ പരമാനന്ദം ആത്മാവിൽ ദാനം ചെയ്ത് താൻ നാമസങ്കീർത്തന രൂപമായി തീരും. ആ നാമസങ്കീർത്തനമാക്കി തീർക്കുവാനാണ് നാമാവതാരമായി വന്ന് താൻ വാഴുന്നത്. ആ നാമാവതാരത്തെ കണ്ടുകൊള്ളുക, നാമസങ്കീർത്തനം പാടിക്കൊള്ളുക. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. ആ നാമസങ്കീർത്തനം വന്നുദിച്ചു ഭക്തന്മാരെല്ലാം അങ്ങനെ സംഗീതജ്ഞന്മാരായിരിക്കുകയാണ്. വളരെ അപൂർവമായിട്ട് പാടിക്കൊണ്ടിരുന്ന ശൈലികളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഭക്തന്മാരങ്ങനെ നിസ്സാരമായിട്ട് പാടുന്നത്. നാരിമാരും നരന്മാരും ശിശുക്കളും ഒന്നായി തുതിച്ചിടുന്നേ. നരന്മാരും ശിശുക്കളും ഒന്നായി തുതിച്ചിടുന്നേ. ആനന്ദം പാടി അകമതിലാശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. ആശ്വാസം എപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമം സ്തുതിച്ചിടും ഞാൻ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നാൾ വരെ നാമം സ്തുതിച്ചിടും ഞാൻ. ലോകത്തിൽ
സംഭവിച്ചതുകൊണ്ട് ആ അവതാര മഹത്വത്തിന് അനുയോജ്യമായി ജീവിക്കുന്ന ഒരു ആത്മാവിൽ സംഭവിക്കുന്ന ഗുണങ്ങളാണ് ഈ പാടിയത്. ആ അറിവാചാരം വിശുദ്ധി ആരാധന ആശ്വാസം ആനന്ദം നാമസങ്കീർത്തനം എന്ന പടിയിലൂടെ ആത്മാക്കളെ ഉയർത്തിയെടുക്കുവാൻ അവതാരമായി വന്ന അത്ഭുത പുരുഷനാണ് ശുഭാനന്ദ ഗുരുദേവൻ. ഇത് നിങ്ങളിൽ ബോധ്യമാകുവാൻ ഈ സത്യത്തെ പാലിച്ച് ജീവിച്ചു കൊള്ളുക. നിങ്ങൾ ഈ താരാസ്തുതിയിൽ കൂടി അനുഭവിച്ച ഈ പരമാനന്ദം ഒരു നിമിഷം പോലും മറന്നുപോകാതെയും അതിൽ തൊട്ടും ചോരാതെയും സൂക്ഷിച്ച് ജീവിതം ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇതുവരെയുള്ള കുറവുകളും പോരായ്മകളും എല്ലാം ക്ഷമിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ മർദ്ദം ഉപയോഗിച്ച് ആനന്ദം പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിർബന്ധപൂർവമുള്ള ഒരു മർദ്ദ പ്രയോഗമാണ് ധാരാസ്തുതി. വീട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ഇത്രയും ഒരുമിച്ചിരുന്ന് ഈ വിധത്തിൽ ചെയ്യുകയില്ല. അതിനാണ് 3 മാസത്തിൽ ഒരിക്കൽ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഈ ഉന്നതമായ കർമ്മത്തിൽ ഏർപ്പെടുത്തി നിർബന്ധപൂർവ്വം ഈ ആനന്ദത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ ആത്മാവിന്റെ ഗതിവിഗതികളെ അറിഞ്ഞ് ആത്മസായുജ്യത്തിനായി ജീവിതം ചെയ്യുവാൻ വേണ്ടിയാണ്. ആത്മനാഥനെ അറിഞ്ഞ് ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഉന്നതമായ പരമാനന്ദത്തിൽ എത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരമാനന്ദ രാജ്യത്തിലേക്ക് ചേർക്കുവാൻ പരമപുരുഷൻ വന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇതെല്ലാം എന്ന് എപ്പോഴും ഓർത്തുകൊള്ളുക. ആ ഓർമ്മയോടുകൂടി ജീവിച്ചാൽ ഒരിക്കലും ഇതൊന്നും നഷ്ടമായി പോവുകയില്ല. അപ്പോഴെപ്പോഴുള്ള കാര്യസാധ്യത്തിനു വേണ്ടി ഒരിക്കലും സത്യത്തെ വിറ്റു തിന്നരുത്. തലപോയെന്ന് പറഞ്ഞാലും ഞാൻ സത്യവിരുദ്ധം ചെയ്യുകയില്ല എന്ന് തീരുമാനം ചെയ്തെങ്കിൽ മാത്രമേ ആത്മബോധോദയ സംഘത്തിൽ കൂടി ജീവിക്കുവാൻ കഴിയൂ. അതുകൊണ്ടേ അതിനുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്രകാരം ജീവിച്ച ഒരു പുണ്യപുരുഷോത്തമനാണ് നമ്മുടെ ഗുരുപ്രസാദ് ഗുരുദേവൻ. കഴുത്തിന് കത്തി കൊണ്ടുവച്ചിട്ട് കാരാഴ്മ ചന്തയുടെ മധ്യത്തിൽ വെച്ച് ഒരു കൂട്ടം ഗുണ്ടകൾ പറഞ്ഞു, ഇവിടെ നിന്നുകൊണ്ട് ഈ ജനമധ്യത്തിൽ നിന്നുകൊണ്ട് നീ നിന്റെ ഗുരുവിനെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പൊ കഴുത്തിന് ചേർത്ത് വെച്ചിരിക്കുകയാണ് കത്തി, നല്ല മൂർച്ചയുള്ള കത്തി. അറിയാതൊന്ന് അമർന്നു പോയാൽ കഴുത്ത് മുറിഞ്ഞു പോകും. പക്ഷേ ഭയന്നില്ല. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, സ്തുതിച്ച നാവ് കൊണ്ട് ദുഷിക്കുകയോ വന്നിച്ച പാദത്തെ നിന്ദിക്കുകയോ ചെയ്യുകയില്ല. കത്തിമുനയുടെ മുന്നിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയുന്നത് സത്യം പാലിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയോ അത് അദ്ദേഹം അങ്ങനെയൊക്കെ കാണിക്കും, ഞാൻ അതിലൊന്നും കൂടാറില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ അത് ചെയ്തില്ല. അതാണ് പറഞ്ഞത്, സത്യസന്ധത തെളിയട്ടെ, സത്യമുള്ളിൽ തെളിയട്ടെ, സത്യസന്ധത തെളിയട്ടെ, സത്യസന്ധത തെളിയട്ടെ, സത്യമുള്ളിൽ തെളിയട്ടെ, സത്യരൂപൻ ആനന്ദമായി വസിച്ചിടട്ടെ. ഓരോ നിമിഷവും ചിന്തിക്കണം, ഞാൻ എന്റെ ഗുരുവിന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. അതിൽ നിന്ന് വേർതിരിഞ്ഞ് എനിക്കൊരു ജീവിതം ഇനി വേണ്ട. സത്യവിരുദ്ധമായ ഒരു ജീവിതം എനിക്ക് വേണ്ട. ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ, എനിക്കുള്ള ബന്ധുക്കളെല്ലാം പിണങ്ങിപ്പോവട്ടെ, ഇനി മാതാപിതാക്കൾ തന്നെ പിണങ്ങിയെന്നിരിക്കട്ടെ, എന്റെ ഗുരുവിനെ വിട്ട് ഞാൻ പോവുകയില്ല, ഭഗവാനെ വിട്ടു ഞാൻ പോകയില്ല, എന്റെ ആനന്ദം വിട്ടു ഞാൻ പോകയില്ലേ, ഭഗവാനെ വിട്ടു ഞാൻ പോകയില്ല.
ആധ്യാത്മിക ജീവിതം ചെയ്യുന്ന പരമഭക്തന്മാർ. ഇന്ന് പല ആളുകൾക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ആ ഭഗവാനോടൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ സന്നിധാനത്തിൽ കഴിയുന്നതോ ആയ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് ചിലരങ്ങ് പിണങ്ങി പോകും. എന്തെങ്കിലും ഒന്ന് മുറുകി പറഞ്ഞാൽ മതി, അവരെ പിണങ്ങി പോകും. എന്താ കാരണം? അവർക്ക് ആ ബന്ധമില്ല. സത്യമെന്ന ബന്ധം ഗുരുവിലാണ് ഇരിക്കേണ്ടത്. സത്യമുള്ളവരിലേ ഗുരുവിന് ബന്ധമുള്ളൂ. അത് അഴിവില്ലാത്ത ആത്മബന്ധമെന്നാണ് അതിന്റെ പേര്. ആർക്കും അഴിക്കാൻ പറ്റാത്ത ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം. പക്ഷേ അത് സത്യജീവിതത്തിൽ കൂടി മുറുകി കിട്ടണം, എങ്കിലേ അഴിയാതിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായും കഴിഞ്ഞു പോകും. അഴുക്കും മെഴുക്കും ഒക്കെ പുരട്ടിക്കൊണ്ട് നമ്മൾ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ അത് ഗ്രീസ് പുരട്ടിയ ചരട് കെട്ടിയ പോലെ ആയിപ്പോ അത് ഊരി അങ്ങ് പോകും. ഇതൊന്നും പാടില്ല. കളങ്കമില്ലാത്ത ജീവിതം, സത്യസന്ധമായ ജീവിതം, അത് ചെയ്യുമ്പോഴാണ് ഗുരു ആത്മാവിൽ വസിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് അന്തേവാസികൾ എന്ന് പറയുന്നത്. ഗുരുവിന്റെ അന്തരംഗത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുന്നവരാണ് യഥാർത്ഥ അന്തേവാസികൾ. അങ്ങനെ സ്ഥാനമുണ്ടാകുവാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കണ്ടാക്കും. എങ്കിൽ പോകാൻ പറഞ്ഞാലും പോകയില്ലേ, എന്റെ സന്തോഷം വിട്ടു ഞാൻ പോകയില്ലേ. പോകാൻ പറഞ്ഞാലും സത്യത്തെ വിട്ടു ഞാൻ പോകയില്ലേ, എന്റെ ധർമ്മത്തെ വിട്ടു ഞാൻ പോകയില്ലേ. സത്യത്തെ വിട്ടു ഞാൻ പോകയില്ലേ, പോകാൻ പറഞ്ഞാലും പോകയില്ല, എന്റെ സന്തോഷം വിട്ടു ഞാൻ പോകയില്ലേ. ഈ തീരുമാനം എല്ലാ ഹൃദയങ്ങളിൽ ഉറയ്ക്കപ്പെടുമാറാകട്ടെ. ഈ മഹായജ്ഞത്തിന്റെ ഉന്നതമായ സമാപനം നടത്തേണ്ട സമയമായിരിക്കുന്നു. അത് ലോകവശാൽ ചിന്തിച്ചാൽ ഒരു സമാപനമാണ്. ആന്തരികമായി ഇതിന് സമാപനം ഉള്ളതല്ല. കാരണം മരണക്കിടക്കവരെയും സത്യം പാലിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിൽ നിത്യസ്തുതികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സാ വാചാ കർമ്മണ സ്തുതിയായി ജീവിക്കുന്നവരാണ് യഥാർത്ഥമായ ഭക്തന്മാർ. യഥാർത്ഥ ഭക്തിയുള്ളവരിൽ നിത്യസ്തുതി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ സന്നിധാനത്തിൽ വന്ന് ഈ താരാസ്തുതിയിൽ ബന്ധിക്കുവാൻ വേണ്ടി എന്തെല്ലാം ഒരുക്കങ്ങളോടുകൂടി നിങ്ങൾ കടന്നു വന്നോ. ഇവിടെ വന്നു ചേർന്ന ശേഷം എന്തെല്ലാം ശ്രദ്ധിച്ചു നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എത്ര സമയം ഭഗവത് നാമങ്ങൾ പാടുന്നു, എന്തെല്ലാം ഭഗവത് കർമ്മങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ നാമങ്ങളെയും ഭഗവാന്റെ പ്രഭാഷണങ്ങളെയും ചിന്തിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ലോകജീവിതം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. എങ്ങനെ ചെയ്യുവാൻ കഴിയും? അത് ബുക്കെടുത്ത് വെച്ചുകൊണ്ട് പ്രഭാഷണം വായിച്ചു പറയുന്നതല്ല. അവരവരുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഭവമാക്കിയ അനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ട് നന്ദിപ്പെട്ടാൽ മതി. ഈ പക്കനാളുകൾ ഈ താരാസ്തുതിയോടൊപ്പം വന്നപ്പോ ഗുരുവിന്റെ ആ ശരീരവാഴ്ചകളിൽ കൂടി ഉണ്ടായ അനുഭവങ്ങളെ വർണ്ണിച്ച് നന്ദിപ്പെട്ടപ്പോൾ ഉണ്ടായ ആനന്ദം ഇവിടെ നിങ്ങളെല്ലാം അനുഭവിച്ചതാണല്ലോ. എന്തോ ഒരു ആനന്ദമായിരുന്നു. നന്ദി നിറഞ്ഞുള്ള അകത്തിൽ കണ്ണനെന്നും വാഴുന്നു. നന്ദി നിറഞ്ഞുള്ള അകത്തിൽ കണ്ണനെന്നും വാഴുന്നു. തുള്ളിക്കളിച്ചുല്ലാസമായി കണ്ണനുള്ളിൽ വാഴുന്നു. തുള്ളിക്കളിച്ചുല്ലാസമായി കണ്ണനുള്ളിൽ വാഴുന്നു.
വാഴ്ച എപ്പോഴും അനുഭവമാകും. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ ഭഗവാന്റെ വാഴ്ച എപ്പോഴും അനുഭവമാകും. മനസ്സാ വാച കർമ്മണ എന്തെങ്കിലും നന്ദികേട് വന്നു പോയാൽ ഇപ്പോഴനുഭവിക്കുന്ന ഈ പരമാനന്ദം അങ്ങ് ചോർന്നു പോകും. അതുകൊണ്ട് അതിനിടയാക്കരുത്. എപ്പോഴും ശ്രദ്ധയോടുകൂടി നന്ദിയോടുകൂടി ജീവിതം ചെയ്യണം. ചെറിയ ചെറിയ പോരായ്മകൾ കണ്ടെത്തി ഗുരുവിനെ കുറ്റം പറയാൻ ശ്രമിക്കാതെ വലിയ വലിയ മഹത്വങ്ങൾ ചിന്തിച്ച് ഗുരുവിനെ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇത് രണ്ടും സ്വാഭാവികമായ ഒരു ജന്മത്തിൽ ഉള്ളതാണ്. ഈ നന്മയും തിന്മയും ഉള്ളതാണ്. കാരണം ബഹുകോടി ജന്മങ്ങൾ എടുത്തിട്ടാണ് ഒരു മനുഷ്യ ജന്മത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഇത് രണ്ടും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇത് അനുഭവിക്കുമ്പോ ഒരു പോരായ്മ വന്നു, അല്ലെങ്കിൽ ഒരു ദുഃഖം വന്നു, ആ ദുഃഖം വരുന്ന സമയത്ത് ഗുരുവിനെ കുറ്റം പറയാതെ ആ ദുഃഖം വന്നതിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടിയ കാരണങ്ങളെ ചിന്തിക്കുകയും ആ നന്മ ഉണ്ടായതിനെ പറ്റി ചിന്തിച്ച് ഗുരുവിനോട് നന്ദിപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഗുരുവിന്റെ അധിവാസം എപ്പോഴും ഉണ്ടാകും. അങ്ങനെ നന്ദിയോടുകൂടി ജീവിച്ച് ഈ പരമാനന്ദം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ആ ഉന്നതമായ പല കർമ്മങ്ങളും ഇനിയും നമുക്ക് നടക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ തീർത്ഥാടന മഹാമഹമാണ്. ഉന്നതമായ നിലയിൽ ആ തീർത്ഥാടന മഹാമഹം നടത്തപ്പെടുവാൻ നിങ്ങൾ അനുഷ്ഠിക്കുന്ന വ്രതവും നിങ്ങൾ കരുതുന്ന ആ ഉന്നതമായ കരുതലുകളുമാണ് ആ ഉന്നതമായ തീർത്ഥാടനത്തിൽ നിങ്ങൾക്ക് ആനന്ദമായി ഭവിക്കുന്നത്. അങ്ങനെ ആനന്ദ തീർത്ഥാടനം, ശുഭാനന്ദ തീർത്ഥാടനം നടത്തപ്പെടുമാറാകട്ടെ. അതുപോലെ ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ പ്രത്യക്ഷമായി സുഖമായി സന്തോഷമായി ആരോഗ്യവാനായി വാഴണമേ എന്ന ഏക സങ്കല്പത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരു സ്തുതിയാണ് നമ്മുടെ യുവജന സ്തുതി. കഴിയുന്നിടത്തോളം ആത്മാക്കൾ വന്നു ചേർന്ന് സ്തുതിയിൽ പങ്കെടുക്കണമെന്ന് ഞാനിത് അറിയിക്കുകയാണ്. അത് പരമഭക്തിയോടുകൂടി ആ സ്തുതി പാദത്തിൽ അർപ്പിച്ച് അതിന്റെ ഉന്നതമായ ഫലം ജഗദീശ്വരൻ സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷമായി ശുഭാനന്ദ ഗുരു വാഴുന്നത് കാണുവാനും ആനന്ദിക്കുവാനും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഈശ്വരൻ ലോകത്തിൽ അവതാരമായി വന്ന് ഉന്നതമായ ആദർശത്തെ സ്ഥാപിച്ച് മാനവ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന കാലത്ത് അനേക വിധത്തിലുള്ള ശത്രുതകൾ ഉണ്ടായിരുന്നു. അത് ജാതിയുടെ പേരിലുള്ളതുണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ളതുണ്ടായിരുന്നു, ധനത്തിന് വേണ്ടിയുള്ളതുണ്ടായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള എതിർപ്പുകൾ തന്നോടുണ്ടായിരുന്നു. ആ എതിർപ്പുകളിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിച്ച് ഈ ആദർശത്തെയും തന്റെ സന്താനങ്ങളെയും വീണ്ടെടുത്ത് ഉയർത്തി ഈ മഹനീയ സ്ഥാപനം കൂടെ നിലനിർത്തി പുനരുദ്ധരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ദിനമാണ് കർക്കിടക വൃശ്ചികത്തിലെ കറുത്തവാകുതം. അത് എല്ലാവരും നന്ദിയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ്. കാരണം ഗുരുനാഥൻ ഈ പരിഹാസങ്ങളും ദുഷികളും കേട്ട് സൂര്യനെ പോലും കാണാതെ കഴിയേണ്ടി വന്ന സമയത്ത് തന്നിൽ നിന്ന് ഈ സുഖം അനുഭവിക്കുന്നവരെല്ലാം തന്നെ അറിയാതെയും തന്നെ അന്വേഷിക്കാതെയും സുഖമായി ഭക്ഷണം കഴിച്ചും സുഖമായി ഉറങ്ങിയും ജീവിതം ചെയ്തു. അത് മാനവലോകത്തിന് ശാപമായി തീരുമെന്ന് മുന്നറിവുള്ള ജഗദീശ്വരൻ
ശാപമായി തീരുമെന്ന് മുന്നറിവുള്ള ജഗദീശൻ ആ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വൃശ്ചികത്തിലെ കർത്തവാവ് നിയമമായി തന്നിരിക്കുന്നത്. ആ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് വൃശ്ചികമാസത്തിലെ വാഗ്ദത്തം അന്ന് ചെയ്തു പോയ കുറവ് പരിഹരിക്കുവാൻ അത് തലമുറകളിലേക്ക് ശാപമായി വരുമെന്നുള്ളതിനാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ലോകാന്ത്യം വരെ ജനിച്ചു ജീവിക്കുന്നവർ ഈ നിയമം വളരെ കൃത്യമായി പാലിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് വിടുതൽ ഉണ്ടാവുകയുള്ളൂ. അത് ഇന്നാരെന്നോ ഇന്ന വിധത്തിലൊന്നോ ഇല്ല. ആത്മബോധോദയ സംഘാംഗങ്ങൾ എല്ലാം ആ നിയമം പാലിച്ചിരിക്കണം. അത് വളരെ കർശനമായ ഒരു നിയമമാണ്. എല്ലാവരും അത് പാലിക്കുക, ഒത്തൊരുമിച്ചിരുന്ന് സ്തുതിക്കുക, ഭജന ഗുരുപൂജ ഇതെല്ലാം വെച്ച് ഉന്നതമായ ആരാധനകൾ നടത്തുക. മഹാശക്തി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ ശാപവിമുക്തരാക്കുമാറാകട്ടെ. ഇനി നമുക്ക് അടുത്തതായി പല ശാഖാശ്രമങ്ങളുടെയും വാർഷികങ്ങൾ നടക്കാനുണ്ട്. നമ്മുടെ ഈ നവംബർ മാസം 14 തീയതി ചുനക്കര ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 18 തീയതി കനകക്കുന്ന് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 24 തീയതി തിരുവനന്തപുരം ശാഖാശ്രമത്തിന്റെയും തേക്കുതോട് ശാഖാശ്രമത്തിന്റെയും വാർഷികമാണ്. 29 തീയതി കടമ്പനാട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അങ്ങനെ ഈ നവംബർ മാസത്തിൽ തന്നെ 5 വാർഷികങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ മാസത്തിൽ 3 തീയതി വള്ളിക്കാവ് ശാഖാശ്രമത്തിന്റെയും 7 തീയതി മുംബൈ സാക്കനാക്ക ശാഖാശ്രമത്തിന്റെയും 10 തീയതി കൊണ്ടോട്ടി ശാഖാശ്രമത്തിന്റെയും 13 തീയതി കൊല്ലം മനേക്കുളങ്ങര ശാഖാശ്രമത്തിന്റെയും 15 തീയതി തൃശൂർ ശാഖാശ്രമത്തിന്റെയും 16 തീയതി ശൂരവക്കാണി ശാഖാശ്രമത്തിന്റെയും വെള്ളാങ്കോട് ശാഖാശ്രമ വാർഷികം 20 തീയതിയാണ്. ഈ നടക്കുന്ന ആശ്രമ വാർഷികങ്ങളുടെ പേരുവിവരങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നത് കഴിയുന്നിടത്തോളം നമ്മുടെ സന്താനങ്ങൾ പോയി അതെല്ലാം വിജയപ്രദമാക്കണമെന്നുള്ളത് കൊണ്ടാണ്. എനിക്കറിയാം സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. പക്ഷേ ഈ ഭഗവത് കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോ പ്രകൃതിയിൽ കൂടി നമുക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ ദാനം ചെയ്തു കൊള്ളും. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെന്ന് കൈയടിച്ചു കേട്ടാൽ. ഇപ്രകാരം അനുഭവം തരുന്ന നമ്മുടെ ഗുരുവിന്റെ കർമ്മങ്ങൾ അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടത്തപ്പെട്ടാലും അതിന്റെ ഉന്നതമായ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് പരമഭക്തന്മാരുടെ കടമയും കർത്തവ്യവുമാണ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ആളുകൾ എല്ലാ സ്ഥലങ്ങളിലും പോയി ബന്ധപ്പെടുക. ഉന്നതമായ നിലയിൽ എല്ലാ ഇടത്തെയും വാർഷികങ്ങൾ നടത്തപ്പെടുമാറാകട്ടെ. അതുപോലെ ഉന്നതമായ നമ്മുടെ മഹാഗോപുരം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിത്രവനം എന്ന പേരോടുകൂടി അതിന്റെ മതിൽക്കെട്ട് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കപ്പെടേണ്ടുന്ന ദിവ്യ രൂപങ്ങൾ ഓരോന്നും ചേർക്കപ്പെടാനുണ്ട്. അതെല്ലാം ചേർത്ത് ഏറ്റവും വേഗം അത് ഉദ്ഘാടനം ചെയ്ത് കാണുവാൻ നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. ഉന്നതമായ നിലയിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തപ്പെടുമാറാകട്ടെ. ഉന്നതമായതിന്റെ പൂർത്തീകരണത്തിനും അതിന്റെ സവിശേഷതകളെ ശില്പികളിലേക്ക് പകർത്തുവാനും മഹാശക്തി തിരഞ്ഞെടുത്ത ആത്മദീപം എന്ന ഉന്നത ജന്മത്തെ ആയുരാരോഗ്യത്തോടുകൂടി നിലനിർത്തി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലൻ ഭക്തനെയും കുടുംബത്തെയും
കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അതിനായി ധനം മുടക്കുന്നവരെയും അതിനായി പ്രാർത്ഥിക്കുന്നവരെയും ആത്മാർപ്പണം ചെയ്ത് പല വ്രതങ്ങൾ എടുക്കുന്നവരെയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ താരാസ്തുതിയുടെ സമർപ്പണം നടത്താൻ പോവുകയാണ്. ഒരു യജ്ഞം നടക്കുമ്പോൾ അതിന്റെ ആരംഭത്തിലും സമർപ്പണത്തിലും ദക്ഷിണ അർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ആ വിധത്തിൽ ഗുരുദക്ഷിണ അർപ്പിച്ച ശേഷം ഓങ്കാരനാദം, ശംഖനാദം, മണിനാദം, കർപ്പൂരദീപം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയോടുകൂടി നമ്മുടെ സമാപന ചടങ്ങ് നടക്കുന്നതാണ്. ആ സമയത്ത് ശുഭാനന്ദ തപോശക്തി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ച അവതാര പുരുഷൻ തന്റെ വിരാട് സ്വരൂപത്തെ ഭക്തലോകത്തിന് ദർശനമാകത്തക്ക വിധം എഴുന്നള്ളിയുന്നുകൊണ്ടാണ് സമാപനം നടത്തുന്നത്. ആ വിധത്തിൽ അത് കാണുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ ഹൃദയങ്ങളിലുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞ് ആനന്ദിക്കുവാനിടയാകട്ടെ. ആത്മനാഥൻ പ്രത്യക്ഷമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ. സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ. സർവ്വതും ആനന്ദമായി ഭവിക്കട്ടെ. ആനന്ദരൂപൻ കളിയാടി വിളയാടി വാഴുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയം, ദേവലോക തുല്യമായ ദേവാലയം, ഉന്നതനായ ദൈവം സർവ ലോകത്തിൻ്റെയും സർവ സൃഷ്ടികളുടെയും സർവ ദേവീദേവന്മാരുടെയും ഉടമസ്ഥനായ ദൈവം ഈ ലോകത്തിൽ സമ്പൂർണ്ണാവതാരം ചെയ്തതാണ് ശുഭാനന്ദ രൂപം എന്ന് ഇന്ന് ഈ ആനന്ദം അനുഭവിക്കുന്ന നിങ്ങൾക്കും സ്വർഗരൂപികളായ സൂക്ഷ്മരൂപികൾക്കുമല്ലാതെ ആർക്കും ഇത് അറിയില്ല. ഇത് പൂർണ്ണമായും ആത്മാവിൽ ബോധ്യപ്പെടുത്തുവാനാണ് ഈ വിധത്തിലുള്ള ആനന്ദ കർമ്മങ്ങൾ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ബോധ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? താൻ അറിയിക്കുന്ന അറിവുകളെ സ്വീകരിച്ച് പാലിച്ച് പരിശുദ്ധരായി പരലോകത്തിൽ ചേർന്ന് മോക്ഷസുഖം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഈ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അപ്രകാരം പരമപരിശുദ്ധനായ ദൈവം മഹാത്യാഗം സഹിച്ച് ഈ ലോകത്തിൽ വാണിരുന്ന് സ്ഥാപിച്ച ദിവ്യമായ ഈ ആദർശത്തിൽ ഉന്നതമായ മഹാതാരാസ്തുതി എന്ന സ്വർഗീയ നിയമം പാസാക്കി നടപ്പാക്കി ഇത്രയും ബഹുജനങ്ങളെ ആനന്ദിപ്പിച്ചു. എത്രയോ കോടി ജന്മങ്ങളെ ആനന്ദിപ്പിക്കുന്നു. ഇത് ദൈവത്താൽ അല്ലാതെ ആരാലും സാധ്യമല്ല. ആ വിധത്തിൽ നടത്തിയ പരമോന്നതമായ ഈ മഹാതാരാസ്തുതിയെക്കുറിച്ച് ഈ അനുഭവിച്ച് ഇങ്ങനെ ഹൃദയം തുറന്ന് ആനന്ദ നിർവൃതിയിൽ നിൽക്കുന്ന ഒരാളിനെ വിളിച്ചു നിർത്തി എന്തായിരുന്നു താരാസ്തുതിയിൽ നടന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? ആരാലും വർണ്ണിക്കാൻ കഴിയുന്നതല്ല. അതിരുചികരമായ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു മധുര പലഹാരം രുചിച്ച് അത് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരാൾ പറയുകയാണ്, ഇന്നടത്തു നിന്ന് എനിക്കൊരു മധുര പലഹാരം കിട്ടി, അതിന് നല്ല രുചിയായിരുന്നു. അത് പറഞ്ഞതുകൊണ്ട് ഈ കേൾക്കുന്ന ആളിന് അതിൻ്റെ രുചി അനുഭവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. ഇതുപോലെയാണ് ആനന്ദം അനുഭവിക്കുന്ന ഒരാത്മാവ് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്കതിനെ വർണ്ണിക്കാൻ ശ്രമിക്കാം എന്നുള്ളതല്ലാതെ ഒരാളിനും അത് ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. അത് ബോധ്യപ്പെടണമെങ്കിൽ ആനന്ദരൂപൻ്റെ സമീപത്തെത്തി ആനന്ദ കർമ്മങ്ങൾ ചെയ്ത് ആത്മാവ് സ്വയം അത് അനുഭവിക്കണം. അങ്ങനെ അനുഭവിക്കുവാനുള്ള വഴിയാണ് ഈശ്വരൻ ഒരുക്കിയിരിക്കുന്ന ഈ മഹാതാരാസ്തുതി. ഞാൻ ഓരോ താരാസ്തുതിയിലും നിങ്ങളോട് അറിയിക്കാറുണ്ട്, എത്രയും വേഗം ഇനിയും താരാസ്തുതിയിൽ ഇരുന്നിട്ടില്ലാത്തവർ ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗമെങ്കിലും പഠിച്ച് എത്രയും വേഗം വന്ന് ഒരു താരാസ്തുതിക്കെങ്കിലും ബന്ധപ്പെടണം എന്ന് ഞാൻ വീണ്ടും ഈ താരാസ്തുതി സമാപന വേളയിൽ നിങ്ങളോട് അറിയിക്കുകയാണ്.
കാരണം ജന്മിയാകുന്ന ഗുരുവിൻ്റെ മഹത്വം പൂർണ്ണമായി നിങ്ങളുടെ ആത്മാവിൽ ബോധ്യപ്പെടണമെങ്കിൽ ഈ താരാസ്തുതിയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം പരലോകത്തെ ഈ യജ്ഞവേദിയിൽ വെച്ച് പരമാത്മാവാകുന്ന ജഗദീശ്വരൻ തെളിയിച്ച് ആത്മാവിൽ അനുഭവപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ആനന്ദമേ പരമാനന്ദമേ താരാസ്തുതികള ആനന്ദമേ ഈ മഹാതാരാസ്തുതി ഇത്ര മഹനീയമായി നടത്തി, ഇത്ര മഹനീയ അനുഭവത്തിൽ നമ്മളെ എത്തിച്ചു. ഈ മഹനീയമായ സമാപന വേളയിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നഗ്നപാതനായി കല്ലുകളും മുള്ളുകളും ചവിട്ടി നടന്ന ആ കാലം നിങ്ങൾ മറന്നു പോകരുതേ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെയും ജലപാനത്തിനുള്ള വകയില്ലാതെയും ഈ ലോകത്തിൽ ഒരു കുടയും സഞ്ചിയുമായി ചുറ്റി സഞ്ചരിച്ച ആ ദിവ്യരൂപത്തെ നിങ്ങൾ മറന്നു പോകരുതേ. പറയാനായി വന്നു, പരിഹാസം കേട്ടു, പരിശ്രമിച്ചതിൽ ഫലം അനുഭവിക്കുന്നു. പറയാനായി വന്നു, ഇത്ര പരമോന്നതമായ അവസ്ഥയിൽ നമ്മൾ എന്തു സുഖം അനുഭവിക്കുമ്പോഴും, ഈ ലോകസുഖം അനുഭവിക്കുമ്പോഴും ആത്മസുഖം അനുഭവിക്കുമ്പോഴും നമുക്ക് ചിന്തിക്കാൻ ഒന്നേ ഉള്ളൂ, പാതകരെ തേടി വന്ന പാദപത്മമേ, പാതകരെ തേടി വന്ന പാദപത്മമേ, പാപമൊഴിച്ചെന്നെ ചേർത്ത തിരുഹൃദയമേ, പാപമൊഴിച്ചെന്നെ ചേർത്ത തിരുഹൃദയമേ, പാതകരെ തേടി വന്ന പാദപത്മമേ, പാതകരെ തേടി വന്ന
കഴിവുള്ള ഗുരു കൂരിരുട്ടിൽ തേടി നടന്നു എന്നതിൽ പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. കൂരിരുട്ടിൽ എന്നെ തേടി വന്ന എന്ന് പറയുന്നതിന് രണ്ടർത്ഥമാണ്. കാരണം അക്കാലത്ത് പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പ്രയാസമായിരുന്നതിനാൽ രാത്രിയിൽ സഞ്ചരിച്ചു എന്നുള്ളതും, കൂരിരുട്ടിൽ അഥവാ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നിന്റെ സമീപത്തേക്ക് ആത്മലോകത്തെ തേടി കൂരിരുട്ടിൽ എന്നെ തേടി വന്ന നാഥനേ, പാതകരെ തേടി വന്ന പാപമൊഴിച്ചെന്നെ ചേർത്ത തിരുഹൃദയമേ, ദേഹസുഖമൊന്നും തന്നെ കരുതിടാതെ താൻ ഈ ലോകത്തിൽ ജീവിച്ചല്ലോ ആത്മാക്കൾക്കായി. താൻ ജന്മം കൊടുത്ത് തൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ ലോകത്തിലേക്ക് അയച്ച തൻ്റെ ദേവീദേവന്മാരെ പോലും കാണുവാൻ കഴിയാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ കുടിലുകൾ തോറും കയറി ഇറങ്ങിയാണ് ഭഗവാൻ ഓരോരുത്തരെയും കണ്ടെടുത്തത്. അക്കാലത്ത് 10 പേർ ഒത്തുകൂടിയിരുന്ന് ഒരു കാര്യവും എങ്ങും ചെയ്യാൻ കഴിയാത്ത അത്ര പാരതന്ത്ര്യമുള്ള സമയമായിരുന്നു. അന്ന് ആഗ്രഹിച്ച ആഗ്രഹമാണ് ഇന്ന് ഞാനിതാ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ ആഗ്രഹിച്ച ആഗ്രഹമാണ് ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നത്. ഇങ്ങനെ ഒത്തുചേർന്ന് കാണുവാൻ അന്ന് ഞാൻ എത്രയോ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നിങ്ങളിങ്ങനെ എൻ്റെ മുന്നിൽ തൊഴുകൈകളോടുകൂടി കണ്ണുനീരോടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ഇതാ കുളിർക്കുകയാണ്. എൻ്റെ ഹൃദയം കുളിർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഇത് നിങ്ങളിൽ ആനന്ദമായി ഭവിക്കുമാറാകട്ടെ. ഇത് നിങ്ങളിൽ ആനന്ദമായി ഭവിക്കുമാറാകട്ടെ. ആനന്ദമായി നടത്തിത്തന്ന മഹായജ്ഞത്തിൻ്റെ സമാപനമാണ്. ഒരു വിധത്തിലും വിട്ടുപിരിയാൻ കഴിയാത്ത വിധം ആത്മലോകം എന്നോട് ബന്ധിച്ചിരിക്കുന്നു. ഇതുവരെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പലരും കണ്ടിട്ടില്ലാത്ത അത്ഭുത കാഴ്ചകളൊക്കെ ഈ താരാസ്തുതിയിൽ കൂടി കാണുവാൻ കഴിഞ്ഞു. ശുഭാനന്ദ നടനം നേരിട്ട് കാണുവാൻ കഴിഞ്ഞു. ഇതെല്ലാം ആത്മലോകത്തിൻ്റെ ഭാഗ്യമാണ്. ഇതിൽ നിന്ന് ഒരു നിമിഷം പോലും, ഒരു അരനിമിഷം പോലും വിട്ടുപിരിയാൻ കഴിയാത്ത വിധത്തിലാണ് ഭക്തഹൃദയങ്ങൾ എങ്ങനെ വിങ്ങിപ്പൊങ്ങി നിൽക്കുന്നത്. എങ്കിലും ലോകവശാൽ ഇതിനൊരു സമർപ്പണം വേണമല്ലോ. ഇപ്രാവശ്യത്തെ താരാസ്തുതി ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. വീണ്ടും നമുക്ക് സ്തുതിക്കാം. യുവജന സ്തുതിയായിട്ടും കർത്തവാ വൃതാചരണമായിട്ടും മഹാതീർത്ഥാടനമായിട്ടും എല്ലാം നമുക്ക് സ്തുതിക്കാം. എല്ലാ നിയമങ്ങളും പാലിച്ചുകൊള്ളുക. നിങ്ങളിൽ ഞാൻ വസിക്കുന്നുണ്ട്. നിങ്ങളുടെ അന്തരാത്മാവിലെന്നും ഞാൻ സ്ഥിരവാസം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ദേവന്മാരാൽ പൂജിതനാം ദേവന്മാരാൽ പൂജിതനാം ഗുരുവരനെ സ്തുതിക്കുന്നു. ദൂതന്മാരാൽ ദേവജീവനാം ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉത്ഭവിപ്പിച്ചറിവിനെ ഞാൻ സ്തുതിക്കുന്നു. ത്രിമൂർത്തികൾ ആരാധിക്കും മൂർത്തിയെ ഞാൻ സ്തുതിക്കുന്നു. അവതാരത്തെ ഉത്ഭവിപ്പിച്ചറിവിനെ ഞാൻ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു.
പഠിപ്പിക്കുന്ന ഗുരു സർവപ്രകാശമാണ്, സമ്പൂർണ്ണ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് ത്രിമൂർത്തികൾ ഉത്ഭവിച്ചത്, അവതാരങ്ങൾ ഉത്ഭവിച്ചത്, ദേവന്മാർ ഉത്ഭവിച്ചത്, ദൂതന്മാർ ഉത്ഭവിച്ചത്, സർവപ്രകൃതികൾ ഉത്ഭവിച്ചത്, സർവ്വലോകങ്ങൾ ഉത്ഭവിച്ചത്, നിങ്ങൾ ഓരോരുത്തരും ഉത്ഭവിച്ചത്. അതുകൊണ്ട് നിത്യസ്തുതി നിങ്ങളിൽ നടക്കുമാറാകട്ടെ. സ്തുതിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ആദിനാഥനെ സ്തുതിക്കുന്നു. ആത്മലോക രക്ഷ ചെയ്യും ആദിനാഥനെ സ്തുതിക്കുന്നു. ഉന്നതനായ ദൈവം നിങ്ങളോടുകൂടി സർവദാ വാഴുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ സമാപനം നടക്കുകയാണ്. കർപ്പൂര ദീപം, ഓങ്കാരനാദം, മണിനാദം, ശംഖുനാദം, ആ വിവിധ വാദ്യമേളങ്ങൾ, എല്ലാവരും കൈകൾ ഉയർത്തി തൊഴുകൈകളോടെ നിന്ന് ഈ രൂപം, ഈ ഭാവം, ഈ ശബ്ദം, ഈ ഗന്ധം എല്ലാം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. നിങ്ങളിൽ ആനന്ദ നിർഭരത ഉണ്ടാകുമാറാകട്ടെ. ജഗതീശ്വരൻ ആനന്ദമാടുമാറാകട്ടെ. മൂർത്തികളാൽ പരിപൂജിതനായി നിൽക്കുന്ന അവതാര രൂപത്തെ കാണുവാനിടയാകുമാറാകട്ടെ. വിരാട് സ്വരൂപം കാണുവാനിടയാകുമാറാകട്ടെ. എഴുന്നള്ളി നിലകൊള്ളുന്ന ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും പൂർവ്വസൂരികളും സന്യാസ പരമ്പരകളും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി നാം ഇതാ നിലകൊള്ളുന്നു. ആ ഉന്നതമായ നിലയിൽ ഈ സമർപ്പണം നടത്തുന്നു. സർവ്വപോരായ്മകളും ക്ഷമിച്ച് മഹാശക്തി ഇത് സ്വീകരിക്കുമാറാകട്ടെ. മഹാശക്തി ഇത് സ്വീകരിക്കുമാറാകട്ടെ.